പാലക്കാട് ജില്ലയിലെ മണ്ഡലങ്ങളുടെ കണക്കെടുത്താൽ, നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കെടുത്താൽ, പാലക്കാട് നിയോജക മണ്ഡലം നിലവിൽ കോൺഗ്രസിൻ്റേതാണ്. അവിടെ CPIM മൂന്നാം സ്ഥാനത്താണ്. എന്നാൽ പാലക്കാട് ജില്ലയിലെ ഒരേ ഒരു നിയോജക മണ്ഡലത്തിലാണ് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിട്ടുള്ളത്. അത് മലമ്പുഴ നിയോജക മണ്ഡലമാണ്. 2016-ലും 2021-ലും BJP ആണ് അവിടെ രണ്ടാം സ്ഥാനത്തെത്തിയത്. 2016-ൽ PS അച്യുതാനന്ദൻ തുടർച്ചയായ 4-ാം തവണ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 27,000 വോട്ടുകൾക്ക് ജയിച്ചപ്പോൾ അന്ന് രണ്ടാം സ്ഥാനത്തെത്തിയത് BJPയുടെ കൃഷ്ണകുമാറാണ്. മൂന്നാം സ്ഥാനത്ത് എത്തിയത് മലപ്പുറത്തെ ഇപ്പോഴത്തെ DCC അധ്യക്ഷനായ, അന്ന് KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന VS ജോയിയാണ്. എന്താണ് മലപ്പുറത്ത് മാത്രം കോൺഗ്രസ്സിന് ഇങ്ങനെയൊരു അപജയം സംഭവിച്ചത്? 2021-ൽ കോൺഗ്രസ്സിന് അപ്പോഴും മൂന്നാം സ്ഥാനമായിരുന്നു. രണ്ടാം സ്ഥാനത്ത് കൃഷ്ണകുമാർ എത്തി. ഒന്നാം സ്ഥാനത്ത് അവിടെ CPIM തന്നെ ജയിച്ചു. പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളുടെ കണക്കെടുത്താലും അവിടെ VK ശ്രീകണ്ഠന് ലീഡ് കിട്ടാത്ത മണ്ഡലം എന്നത് മലമ്പുഴയാണ്. മലമ്പുഴയിൽ മാത്രമാണ് CPIM-ന് 10,000-ഓളം വോട്ടിൻ്റെ വ്യക്തമായ ലീഡ് നേടിയെടുക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഇടത് കോട്ടയായി മലമ്പുഴ മാറുന്നത്? അതിനെ മാറ്റിമറിക്കാനുള്ള സർജിക്കൽ സ്ട്രൈക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാലക്കാട് ഏറ്റ വമ്പൻ പരാജയം അത് കൃഷ്ണകുമാർ, അതായത് ഇപ്പോഴത്തെ BJPയുടെ പാലക്കാട് നേതാവായ കൃഷ്ണകുമാറിൻ്റെ ആകപ്പാടെയുള്ള ദുരവസ്ഥയിലേക്ക് അദ്ദേഹത്തിനെ കടത്തിയത് സന്ദീപ് വാര്യർ അടക്കമുള്ള വ്യക്തികളാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് പാലക്കാട് ജില്ലയിലെ ഏത് നിയോജക മണ്ഡലം കൊടുത്താലും അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാണ് എന്ന് കൃത്യമായി അറിയിച്ചിരിക്കുകയാണ്. സന്ദീപ് വാര്യറിന് ഷൊർണൂറോ ഒറ്റപ്പാലമോ ആണ് കൊടുക്കുന്നതെങ്കിൽ അദ്ദേഹം കൂടുതൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പാർട്ടി അദ്ദേഹത്തിനെ മലമ്പുഴയിൽ പരിഗണിക്കാൻ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മലമ്പുഴ നിയോജക മണ്ഡലം പിടിച്ചെടുക്കാൻ എന്താണ് വഴി? നമുക്കറിയാം, കോൺഗ്രസ്സിന് മലമ്പുഴ മണ്ഡലത്തിൽ ഒരു നാരോ ഫൈറ്റ് കാഴ്ചവെക്കാൻ, അതായത് CPM-മായി ഒരു പൊരിഞ്ഞ പോരാട്ടം കാഴ്ചവെക്കാൻ പറ്റിയത് 2001-ൽ അവിടെ സതീശൻ പാച്ചേനി മത്സരിച്ചപ്പോൾ സാക്ഷാൽ VS അച്യുതാനന്ദൻ കഷ്ടിച്ചാണ് ജയിച്ചത്, 4,000 വോട്ടുകൾക്ക് മാത്രം. 996-ൽ മാരാരിക്കുളത്ത് പൊട്ടിയ VS അച്യുതാനന്ദൻ പിന്നെ അഭയം പ്രാപിച്ചത് മലമ്പുഴയിലാണെന്ന് ഓർമ്മ വേണം. അങ്ങനെ 4,000 വോട്ടുകൾക്ക് മാത്രം ജയിച്ച VS അച്യുതാനന്ദൻ നിയമസഭാ സാമാജികനായി വീണ്ടും വന്നു. ഒടുവിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനമായിരുന്നു. അന്ന് AK ആന്റണി ആയിരുന്നു മുഖ്യമന്ത്രി. നിലവിൽ മലമ്പുഴയിൽ കരുത്തനായ ഏതെങ്കിലും ഒരു നേതാവിനെ കോൺഗ്രസ്സിന് ഇറക്കാൻ കഴിയുമോ എന്ന വസ്തുതാപരമായ കാര്യമാണ് പരിശോധിച്ചു വരുന്നത്. കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മണ്ഡലവും അതിന് മൂന്നാം സ്ഥാനത്ത് പോയെന്ന് പറഞ്ഞാൽ പോലും ഏറെ പ്രാധാന്യമുള്ളതാണ്. ജനാഭിപ്രായം മാനിച്ചുകൊണ്ട് പൊതുസമ്മതരായ നേതാക്കളെ കൃത്യമായി UDF പരിഗണിച്ചാൽ ഒന്നും അസാധ്യമല്ല എന്ന് തന്നെയാണ് KPCCയുടെ അധ്യക്ഷനായ സണ്ണി ജോസഫ് പറയുന്നു. അങ്ങനെ വന്നാൽ ഈ മലമ്പുഴയും ഒരു പോരാട്ടത്തിലേക്ക്, ഒരു പരീക്ഷണാർത്ഥം ഒരു പോരാട്ടത്തിലേക്ക് UDF പരിഗണിക്കുന്നത് സന്ദീപ് വാര്യരുടെ പേരാണ്.